ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറെ കണ്ടിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ടും ഈ ഒരു പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾ പുറത്തു നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിലും, ഫ്രൈഡ് ഐറ്റംസ് അതുപോലെയുള്ള ജങ്ക് ഫുഡുകളുമൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാനുള്ള സമയം ഇല്ല എങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലാണ് എന്നുള്ളത്. എൻ്റെ കൂടെ നിങ്ങൾ സ്മോക്കർ കൂടിയാണെങ്കിൽ അതിൻ്റെ റിസ്ക് കൂടും. നമ്മുടെ ബ്രെയിനിലോട്ടുള്ള നെർവ്സിൻ്റെയൊക്കെ നെർവ്സിൽ നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടായിട്ട് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ചില സമയത്ത് നമുക്ക് അതിന് സംസാരം പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ പാരാലിസിസിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആരോഗ്യം നമ്മുടേതാണ്. ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാമിലിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് എപ്പോഴും പ്രധാനമായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഒക്കെ കൂടുതലായി കഴിഞ്ഞാൽ സ്ട്രോക്കിനുള്ള ചാൻസും കൂടുതലാണ്. ഒരിക്കലും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊന്ന് റിക്കവറായി വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഈ അസുഖങ്ങളെയൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ സമയം കണ്ടെത്തി തന്നെ കുറച്ച് സമയം നടക്കാനായിട്ട് പോവുക. അതുപോലെ തന്നെ കഴിവതും നിങ്ങൾ വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീരെ പറ്റാത്തവർ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓയിലി ഫുഡ് കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.